അപ്പോൾ ലഞ്ചിനെന്താ സ്പെഷ്യൽ? ഒരു സൂപ്പർ തന്തൂരി ചിക്കനും സാഫ്രോൺ റൈസും ആയാലോ? ഓക്കെ, കമോൺ. അപ്പോൾ നമ്മുടെ ഈസി സാഫ്രോൺ റൈസും വെറൈറ്റി തന്തൂരി ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ? അപ്പോൾ നമ്മളിവിടെ 2 ചിക്കൻ പീസാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് വിനാഗിരി, ഉപ്പും പിന്നെ നിറച്ച് വെള്ളവും ആഡ് ചെയ്ത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ പീസസിനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പൊക്കിയെടുക്കാം. ആദ്യം കുറച്ച് മസാല റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി, 2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ കസൂരി മെത്തിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് 1/2 കപ്പ് കട്ടിയുള്ള തൈര് വേണേ. പിന്നെ നമ്മൾ അരച്ചെടുത്ത മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, ആവശ്യത്തിന് ഉപ്പും, ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 2 ടീസ്പൂൺ തന്തൂരി മസാലയും, പിന്നെ ഒരു 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. ഇനി ഈ മസാല ഇതിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതൊരു 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ കടുകെണ്ണയാണ്. ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. ഇനി ആദ്യം ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കന് ഓൾമോസ്റ്റ് ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗ്രില്ല് ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്റ്റൗവിലേക്ക് ഒരു ഗ്രില്ല് വെച്ചിട്ട് നമ്മുടെ ചിക്കൻ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ തിരിച്ചും മറിച്ചും വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കണം. ഇനി ഇടയ്ക്കിടയ്ക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ നമ്മുടെ ഈ തന്തൂരിക്ക്. അപ്പം നമ്മുടെ തന്തൂരി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് സാഫ്രോൺ റൈസ് റെഡിയാക്കാം. ചൂടായ ബിരിയാണി പോട്ടിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലപോലെ കഴുകി കുതിർത്തെടുത്ത ബസ്മതി അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 ഗ്ലാസ് അരി ആട്ടോ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചോറ് വേവിച്ച് ഊറ്റിയാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് നാരങ്ങ നീരും ഹോൾ സ്പൈസസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സാഫ്രോൺ മിൽക്ക് റെഡിയാക്കാനായിട്ട് ഒരു ചെറിയ ബൗളിലേക്ക് 1 കപ്പ് ചെറിയ ചൂടുള്ള പാലെടുക്കുക. അതിലേക്കൊരു 4 പിഞ്ച് നമ്മുടെ സാഫ്രോൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് മാറ്റി വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അരി ഇവിടെ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വാർത്തെടുക്കാം. ഇനി ചെറിയൊരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ട് കുറച്ച് കാഷ്യൂ വറുത്തെടുക്കുക ആദ്യം. അതിനുശേഷം കുറച്ച് ഉള്ളി കൂടെ നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്ക് സാഫ്രോൺ റൈസ് സെറ്റ് ചെയ്യാം. വേവിച്ച് വെച്ച അരിയിൽ നിന്ന് ഒരു പാതി പോർഷൻ നമുക്ക് ഈ ബിരിയാണി പോട്ടിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ സാഫ്രോൺ മിൽക്കിൻ്റെ ഒരു 1/4 ഭാഗം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി റൈസ് ഇട്ട് ഇതുപോലെ തന്നെ ബാക്കി മിൽക്കും ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ ഫ്രൈ ചെയ്ത നെയ്യും ആഡ് ചെയ്യുക. പിന്നെ ലാസ്റ്റിൽ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂവും ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് റെഡിയായി. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.